അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوه فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരെയും പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിക്കുകയും വളരെ വ്യവസ്ഥാപിതമായി അതിനെ നിയന്ത്രിച്ച് നോക്കി നടത്തുകയും ചെയ്യുന്ന കാരുണ്യവാനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ അത് ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ
അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമൊക്കെ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ്റെ ഈ പഠനത്തിന് വേണ്ടിയിട്ട് പല രൂപത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി, ശാരീരികമായി, സാങ്കേതികമായും വൈജ്ഞാനികമായും ഒക്കെ ഇതിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സഹകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളുടെയും മുഴുവൻ അധ്വാന പരിശ്രമങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്ത് ത്വാഹ അതിലെ 64 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതനുസരിച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും രണ്ടുപേരും ചേർന്ന് ഫറോവയുടെ അടുത്തെത്തുകയാണ്. അവിടെ എത്തി വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ പടച്ചറബ് പറഞ്ഞതിൻ്റെ അനുസരിച്ച് വളരെ സൗമ്യമായ രീതിയിൽ അവരുടെ പ്രബോധന പ്രവർത്തനം നടത്തുന്നുണ്ട്. നല്ല പ്രഭാഷണം, ആരാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒക്കെ പറഞ്ഞിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ ആ ദൃഷ്ടാന്തം കാണിച്ചപ്പോഴും തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെയാണ് ഫിറൗൻ വെല്ലുവിളിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഏത് സാഹിറിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നീ കാണിക്കുന്ന ജാലവിദ്യയാണ്, കൺകെട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ ഇതിനേക്കാൾ ഭംഗിയായിട്ടൊക്കെ കൺകെട്ട് കാണിക്കുന്ന ആളുകൾ ഈ നാട്ടിൽ ധാരാളമുണ്ട്, അവരെ വിളിക്കാം. ഒരു ദിവസം നിശ്ചയിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ആവേശപൂർവ്വം വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഒറ്റയ്ക്ക. എന്നിട്ട് അദ്ദേഹം ദിവസവും നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റെടുത്തിരിക്കുന്നു. അത് യൗമുസീന, നമുക്കൊരു കാര്യം ചെയ്യാം, ഉത്സവ നാളിലാവട്ടെ അത്. കാരണം എല്ലാവർക്കും വരാൻ പറ്റണം അന്ന്. മാത്രമല്ല, ഒരു നല്ല സ്ഥലത്ത് മൈതാനിയിൽ പകൽ സമയത്തായിരിക്കണം മത്സരം, ലുഹ സമയത്തായിരിക്കണം മത്സരം. അപ്പോൾ എല്ലാവർക്കും പകൽ വെളിച്ചത്തിൽ വളരെ കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് സത്യം, ഏതാണ് ആഭിചാരം, എന്താണ് മാന്ത്രിക വിദ്യ എന്നൊക്കെ കൃത്യമായിട്ട് കണ്ണുകൊണ്ട് കാണണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചു. അങ്ങനെ ഫിറഔൻ ആ നാടാകെ വിളംബരം ചെയ്തിട്ട് മിസ്രിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാഹിറിൻ അലീം, നല്ല വിജ്ഞരായ പ്രഗത്ഭരായ സാഹിറുകളെ, മജീഷ്യൻസിനെ, മാന്ത്രികരെ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കൂട്ടി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫിറഔൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു, ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ഈ കളി ഒരു മജീഷ്യനോടല്ല നിങ്ങൾ കളിക്കുന്നത്. ഖാലലഹും മൂസ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതകും ബിഅദാബ് വഖദ് ഖാബ മൻ ഇഫ്തറ. ഒരു പ്രഖ്യാപനം അവിടെ നടത്തി മൂസാ നബി എല്ലാവരെയും നോക്കിയിട്ട്. അതിതായിരുന്നു, നിങ്ങൾക്ക് നാശം, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേലിൽ കള്ളം കെട്ടിച്ചമക്കരുത്. ലാ തഫ്തറു അലല്ലാഹി കദിബ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, പടച്ച റബ്ബിൻ്റെ പേരിൽ വ്യാജം ആരോപിച്ചാൽ, ഫയുസ്ഹിതകും ബിഅദാബ്, ശിക്ഷ കൊണ്ട്, അവൻ്റെ അദാബ് കൊണ്ട് അവൻ നിങ്ങളെ നശിപ്പിക്കും, പൂർണ്ണമായിട്ട് തകർത്തു കളയും. വഖദ് ഖാബ മൻ ഇഫ്തറ. ഈ വ്യാജം നിർമ്മിതികൾ ഉണ്ടാക്കിയ ആളുകളൊക്കെയും ഖാബ, പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. വഖദ് ഖാബ മൻ ഇഫ്തറ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നി. കാരണം ഒരു വ്യക്തിയാണല്ലോ ഈ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾ കുറേ അന്ന് ആ രാജ്യത്തെ ലഭ്യമാവുന്ന ഏറ്റവും മികച്ച സാഹിറുകളെ അവിടെ മുൻനിർത്തിയിട്ടാണ് ഇദ്ദേഹം ഇത് നടത്തുന്നത്. കരുതിക്കോ, നിങ്ങളുടെ നിർമ്മാണമൊക്കെ ഇവർക്കറിയാം, അവരുടേത് നിർമ്മാണമാണ്, വ്യാജമാണെന്ന്. കാരണം അവർക്ക് ഉറപ്പാണ്, ഒരു വസ്തുവിനെ സർപ്പമാക്കി കാണിക്കാനുള്ള കഴിവ് അവർക്കില്ല. പക്ഷേ ആളുകളുടെ കൺകെട്ട് മാത്രമാണ് അവർ നടത്തുന്നത്, അവർക്ക് പൂർണ്ണ ഉറപ്പാ. അത് വഖദ് ഖാബ മൻ ഇഫ്തറ. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വ്യാജം നിർമ്മിക്കുന്ന ആളുകളൊക്കെ പരാജയപ്പെട്ടതാണ് എന്ന് മൂസാ നബി അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ചെറിയ പ്രശ്നമായി. ഫതനാസഉ അംറഹും ബൈനഹും വസറുൻ നജ്വ. അവർക്കിടയിൽ ചെറിയ ഭിന്നിപ്പുകൾ രൂപപ്പെട്ടു. അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. രഹസ്യമായി ചില ഭാഷണങ്ങൾ നടത്തി. അതിലവർ തീരുമാനിച്ചത് ഇങ്ങനെയാണ് അവസാനം,
എന്തായാലും ഇവനൊരു സാഹിർ. ഈ രണ്ടാൾക്കാർ എന്ന് പറഞ്ഞാൽ മൂസായും ഹാറൂനും ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ. ഇത് ഉറപ്പാ. ഈ നാട്ടിൻ്റെ അധികാരം, ഈ രാജ്യത്തിൻ്റെ അധികാരം തട്ടിയെടുക്കുവാനും അങ്ങനെ നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനൊക്കെ വേണ്ടി വന്ന രണ്ട് സാഹിറുകൾ മാത്രമാണിവർ. മാത്രമല്ല വയദ്ഹബ ബിത്വരീഖതികുമുൽ മുസ്ല, നിങ്ങളുടെ ഏറ്റവും മികവാർന്ന സംസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവർ രണ്ടുപേരും നശിപ്പിക്കും, നിങ്ങൾക്ക് ആ സംസ്കാരമൊക്കെ പോയി കിട്ടും എന്നിവർ പറഞ്ഞു. ഫഅജ്മിഉ, അതുകൊണ്ട് അജ്മിഉ കൈദകും സുമ്മ അതു സഫ, നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും ഒരുക്കൂട്ടുക, എന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് വരിക. കുറേ ആളുകളാണ്, പല ഭാഗത്തു നിന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ പലജാതി തന്ത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ, അതൊക്കെ ഒരു ഒറ്റ രൂപത്തിൽ ഏകോപിപ്പിക്കണം. അജ്മിഉ കൈദകും സുമ്മ അതു സഫ, എന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് അണിയായി നിൽക്കണം. വഖദ് അഫ്ലഹൽ യൗമ മനിസ്തഅല, ഇന്ന് ആരാണോ ഔന്നത്യം പുലർത്തുന്നത് അവരാണ് വിജയിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിരിക്കുക. മത്സരം ആരംഭിക്കുകയാണ്. ഇനി ആ മത്സരം ആരംഭിക്കുകയും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതുമെന്നാണ് അടുത്ത ആയത്തിൽ 65 മുതൽക്കുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ മൂസാ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. അവർ ചോദിക്കുകയാണ്, കാരണം മത്സര രംഗത്ത് എല്ലാവരും റെഡിയായി നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, നമ്മുടെ മുമ്പിൽ ആ മത്സര രംഗത്തെ ഒരു രംഗം ഉണ്ടാവുന്നത് നല്ലതാണ്. ആ മൈതാനിയിൽ രണ്ട് ഭാഗമാണ്. ഒരു ഭാഗത്ത് മൂസ ഉള്ളത്, വേറെ ആരുമില്ല. മറുഭാഗത്ത് ആ രാജ്യത്തെ ഏറ്റവും മികവാർന്ന മജീഷ്യൻസാണ്, മാന്ത്രികരാ, സാഹിറുകളാണ് ഉള്ളത്. അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് പലരും പറയുന്നു, ഖുർആൻ അവരുടെ എണ്ണം പറയുന്നില്ല, ചില മുഫസ്സിറുകൾ പറയുന്നില്ല അവർ 70 ആളുകളുണ്ടായിരുന്നു ഒക്കെ, എന്തോ അല്ലാഹു ആലം. ഏതായാലും ധാരാളം ആളുകളുണ്ട്, പ്രഗത്ഭരായ ആളുകളാണ്. ഒരു ചോദ്യം ചോദിച്ചു, മൂസാക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു. നമ്മൾ സാധാരണഗതിയിൽ മാച്ച് ആരംഭിക്കുമ്പോൾ ഒരു ടോസ് ഇടാറുണ്ട്, ആരാണ് ഫസ്റ്റ് ബാറ്റിംഗ് അല്ലേ, ആരാണ് ചെയ്യേണ്ടത് നോക്കാണ്ട്. അതൊരു തന്ത്രമാണത്. അത് ഞങ്ങൾക്ക് വേണം എല്ലാവരും അവകാശപ്പെടുമ്പോൾ തർക്കം തീർക്കാൻ വേണ്ടി ചെയ്യുക. ഇവിടെ ഒരു ചോദ്യം ഇവർ ചോദിച്ചു, യാ മൂസ, അവർ പറഞ്ഞു, യാ മൂസ, ഹേ മൂസ, ഇമ്മാ അൻ തുൽഖിയ, നീ ഇടുകയാണോ, അൽഖ എന്ന് പറഞ്ഞാൽ ഇടുക, അവതരിപ്പിക്കുക, രണ്ടും പറയാം. ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖ. ഇമ്മാ അൻ തുൽഖിയ, നീയാണോ ഇടുന്നത്, അല്ലെങ്കിൽ നീ ഇടുകയാണോ, വ ഇമ്മ, അല്ലെങ്കിൽ അൻ നകൂന അവ്വല മൻ അൽഖ, ഞങ്ങളാണോ ആദ്യമായിട്ട് ഇടേണ്ടത്. ഇതാ ചോദ്യം. ഇടുക എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുകയാണ്. ഈ വടിയും കയറൊക്കെ ഇട്ടിട്ട് സിഹിർ ആരംഭിക്കേണ്ടത്, അവതരിപ്പിക്കേണ്ടത് നീയാണോ തുടങ്ങുന്നത്, ഞങ്ങളാണോ? ഒരു ഓപ്ഷൻ കൊടുത്തു. സപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്ക് നീതിയുടെ ഒരു സംഗതിയാണത്. നിനക്ക് വേണേൽ തുടങ്ങാം, അല്ലെ ഞങ്ങൾ. കാരണം ഈ ആദ്യ അവസരം കിട്ടുക മാജിക്കിൽ, പ്രത്യേകിച്ചും ഇവിടെ ഒരു മത്സരം നടക്കുകയാണല്ലോ. ആ മത്സരത്തിൽ ഇവരുടെ കയ്യിലുള്ള ആ സാമഗ്രികൾ എടുത്തിട്ട് ഒരു സർപ്പമാക്കി മാറ്റുക ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ആദ്യം അവതരിപ്പിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇഴഞ്ഞ് കാണുമ്പോൾ മൊത്തം എതിരാളിയുടെ മനസ്സിലൊരു ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അയാളുടെ ആശങ്ക കൂട്ടും. മാത്രമല്ല ഇത് അയാളുടെ ആത്മവീര്യം തകർക്കുന്നതോടൊപ്പം തന്നെ ഇവർക്കൊരു വലിയ കരുത്ത് കിട്ടും. ഫസ്റ്റ് നമ്മൾ കണ്ടല്ലോ, ഫസ്റ്റ് തന്നെ ഇതൊക്കെ എണ്ണി തുടങ്ങുമ്പോൾ ലീഡിങ് ആയിരിക്കാൻ നോക്കിയിട്ട് ആ സമയത്തുണ്ട് ഒരു ഉഷാറ് കൂടലൊക്കെ അല്ലേ, പിന്നെ ബാക്കിയുള്ളവരൊന്നും ഇല്ലാതായി ലാസ്റ്റ് ചെറിയ ഇതിനായിരിക്കും ഇതാവുക. ഇവിടെ അവർ ചോദിക്കുകയാണ്, മൂസ ആരാണ് ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ, ഒന്നുകിൽ നീ ഇടുന്നുണ്ടോ, അതല്ല ഞങ്ങളാണോ ആദ്യം ഇടേണ്ടത് അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. അൽഖ എന്ന് പറഞ്ഞാൽ ഇടുക, അവതരിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ അൽഖ ഉൽഖിയ ഇലൈക്കും ബി കലിമാത്ത്, ഞാൻ നിങ്ങളോട് പ്രഭാഷണം നടത്തുന്നതിന് അവതരിപ്പിക്കുന്നതിനൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ നീ ആണോ അല്ല ഞങ്ങളാണോ ആദ്യം അവതരിപ്പിക്കേണ്ടത് ചോദിച്ചു. മൂസാ നബിക്ക് സംശയമില്ല, തൻ്റെ കയ്യിലുള്ളത് എന്തായാലും വിജയിക്കാനുള്ളതാ, ഉറപ്പാത്. കാരണം ഇത് സാധാരണ വടിയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ എൻ്റെ യാത്രയിൽ എന്നെ ആ മലഞ്ചെരുവിൽ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് ഏൽപ്പിച്ച മുഅ്ജിസത്താണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്, ലാ തഖഫ ഇന്നി മഅകുമാ അസ്മഉ വ അറാ, അതുകൊണ്ട്
എനിക്ക് പേടിക്കാനൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, മറുപടി കൊടുക്കുകയാണ് മൂസാ നബി. ഖാല ബൽ അൽഖൂ ഫഇദാ ഹിബാലുഹും വഇസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. മൂസാ നബി പറയാണ്, ഖാല അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ബൽ അൽഖൂ, വേണ്ട, അൽഖൂ, നിങ്ങൾ തന്നെ ഇട്ടോളൂ, നിങ്ങൾ തന്നെ ഇട്ടോളൂ. ഇവരുടെ ചോദ്യമായിരുന്നു, ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖാ. നീയാണോ ഇടുന്നത്, അല്ല ഞങ്ങളാണോ ആദ്യം അവതരിപ്പിക്കുന്നത് ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, അൽഖൂ, നിങ്ങൾ അവതരിപ്പിച്ചോളൂ. ആദ്യം അവതരിപ്പിക്കാൻ കിട്ടുന്ന ആൾക്ക് വലിയ ചാൻസ് ഉണ്ട്. കാരണം ആളുകളെങ്ങനെ സ്തബ്ധരാക്കി പിടിച്ചു നിർത്താൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം എന്താ സംഭവിച്ചു നോക്ക്. ഖാല ബൽ അൽഖൂ, മൂസാ നബി പറഞ്ഞു, അല്ല നിങ്ങൾ അവതരിപ്പിച്ചോളൂ. ഇത് പറയേണ്ട താമസം ഇവരപ്പം തന്നെ അത് ചെയ്തു പോയിട്ടുണ്ട്. ഫഇദാ ഹിബാലുഹും വഇസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. ഇവര് അപ്പോഴേക്ക് ഇത് കേൾക്കേണ്ട താമസം അവരവരുടെ വടിയും കയറുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ വടി ഇടാൻ തുടങ്ങിയാൽ 10-70 ആൾക്കാരുണ്ട് അവിടെ. എത്ര എണ്ണം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. ഫഇദാ ഹിബാലുഹും വഇസിയുഹും, അപ്പോഴേക്കും അതാ അവരിട്ടതൊന്നും പറയുന്നില്ല, പറയാൻ നേരില്ല. ഫഇദാ ഹിബാലുഹും, അപ്പോഴേക്കും അതാ അവരുടെ ഹിബാൽ, ഹബിൽ എന്നുള്ള വാക്കിൻ്റെ ജംഅ്, അതിൻ്റെ പ്ലൂറലാണ്, ബഹുവചനമാണ് ഹിബാൽ, കയറുകൾ. അവരുടെ ഒരു സാമഗ്രിയ കയറുകൾ. അതുപോലെ തന്നെ വഇസിയുഹും, അസ്വാ, മൂസാ നബിയുടെ അസ അല്ലേ, മാതിൽ കബിയമീനിക യാ മൂസ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഖാല ഹിയ അസ്വായ, അസ്വാ വടി, അസി എന്ന വടികളാണ്. അസിയുഹും, അവരുടെ വടികളും. അവരെല്ലാം ഫഇദാ ഹിബാലുഹും വഅസിഹിം, അപ്പോൾ അവരുടെ കയറുകളും വടികളും അതാ യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് തോന്നുന്നു. ഖയ്യല, ഖയാൽ എന്ന് പറഞ്ഞ ഭാവനയാണ്, തോന്നുകയാണ്. യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു, തോന്നുന്നു. മിൻ സിഹ്രിഹിം, അവരുടെ മാന്ത്രിക വിദ്യ കൊണ്ട്, അവരുടെ ഈ കൺകെട്ട് വിദ്യ കൊണ്ട്, ജാലവിദ്യ കൊണ്ട് അദ്ദേഹത്തിന് തോന്നി. എന്ത്? അന്നഹാ തസ്ആ, അതിങ്ങനെ ഇഴയുന്നതായിട്ട്. ഒന്നല്ല, ധാരാളം, നിറയെ പാമ്പുകൾ, അവിടെ അവരിട്ട വടികളും അവരുടെ കയറുകളുമൊക്കെ. അന്നഹാ തസ്ആ, അതിങ്ങനെ ഓടുന്നതായിട്ട്. സഈ നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇഴയുക, ഓടുക. അതിങ്ങനെ ഇഴയുന്നതായിട്ട്, ഓടുന്നതായിട്ട് മൂസാ നബിക്ക് തോന്നി. എന്നല്ല, അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയും. ധാരാളം ആളുകളുണ്ട്, പകൽ വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്നത്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഒരു മഹത്തായ പോരാട്ടം നടക്കുന്നത്. ആ പോരാട്ടം, ഒരാൾ വന്നിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ പ്രപഞ്ചനാഥന്റെ ദൂതനാണ്, അല്ലാതെ മാജീഷ്യനാന്ന് പറഞ്ഞിട്ട് വന്നല്ല. മാജിക്കാർ തമ്മിലുള്ള മത്സരമല്ല അവിടെ നടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. മജീഷ്യൻസ് തമ്മിലുള്ള മത്സരമല്ല, സാഹിറുകൾ തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രപഞ്ചസാധനായ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഒരു മനുഷ്യൻ, അള്ളാഹു പറഞ്ഞയച്ച ദൂതൻ. അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്, അമാനുഷികമായ ദൃഷ്ടാന്തം കാണിക്കുന്ന ഒരു ഭാഗത്തത്. അത് ദൃഷ്ടാന്തമല്ല, അത് വെറും ആഭിചാരമാണ്, സിഹിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിറുകളുടെ കളികളും ഇതാ നടക്കുന്നത്. ഇതെല്ലാവരും ശ്വാസമടക്കി പിടിച്ച് കാണുക. യൗമുസീന, ഉത്സവ നാളാണ്. മുഴുവൻ ആളുകളുണ്ട്, പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എല്ലാവർക്കും പകൽ വെളിച്ചത്തിൽ ശരിക്ക് കാണാൻ പറ്റും. നല്ല സ്ഥലത്താണ് സംഘടിപ്പിക്കുന്നത്. എല്ലാവരും കാണുകയാണ്. ഇവരിട്ട വടികളും അവരുടെ കയറുകളും ഒക്കെ ഇങ്ങനെ സർപ്പങ്ങളായി ഇഴയാൻ തുടങ്ങി. യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ, അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് തോന്നി. മിൻ സിഹ്രിഹിം, ഇവരുടെ സിഹ്ർ കൊണ്ട്. അന്നഹാ തസ്ആ, അത് ഇഴയുകയാണെന്ന്. എന്നിട്ടോ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസാ. സിഹിർ നോക്കണം നിങ്ങൾ, എന്താ സിഹിർ? ഫഔജസ ഫീ നഫ്സിഹി, ഔജസ എന്ന് പറഞ്ഞാൽ വീണ്ടും തോന്നിപ്പിക്കുക എന്നർത്ഥം. ഫഔജസ ഫീ നഫ്സിഹി, തൻ്റെ മനസ്സിൽ അത് തോന്നിപ്പിച്ചു. ഖീഫതൻ, ഒരു പേടി. ഖീഫത്ത്, ഖൗഫ്, ഖീഫതൻ, ചെറിയൊരു ഭയം. മൂസ, മൂസയുടെ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ, മൂസാക്ക്
തൻ്റെ മനസ്സിൽ പേടി തോന്നി. ഔജസ എന്നുള്ള വാക്കിൻ്റെ ഫായിലാണ് മൂസ എന്ന് പറയുന്നത്. ഔജസ മൂസ ഫി നഫ്സിഹി ഖീഫത്തൻ എന്നർത്ഥം. ഖീഫത്ത് എന്നാൽ മഫ്ഊൽ ബിഹിയാണ്. മൂസാക്ക് തൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നി. മൂസാ നബി ആദ്യമേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫിറൗൻ്റെ അടുത്തേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താന്ന് പൂർണ്ണമായി ബോധ്യമുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇതാ 10-70 ആളുകൾ മുമ്പിലേക്ക് അവരുടെ വടികളും കയറുകളും ഇട്ടപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ സർപ്പങ്ങളായിട്ട് ഇഴയുകയാണ്. സർപ്പല്ല എന്ന് പറഞ്ഞിട്ട് അല്ല, എല്ലാവർക്കും തോന്നും അത് പാമ്പാണെന്ന്. നമുക്കറിയാലോ പല ജാതി കളികളും അങ്ങനെ ഉണ്ട്. ആളുകൾക്ക് പുതിയ കാലത്ത് നമുക്ക് ഈ മാജിക്ക് പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ഉറപ്പാണ്, വടി തന്നെയാണ്, പാമ്പായിട്ടില്ല. അവരിട്ട കയറ് തന്നെയാണ്, പാമ്പായിട്ടില്ല. പക്ഷെ എന്താണ്? യുഹയ്യലു ഇലൈഹി, അങ്ങനെ തോന്നിപ്പിക്കുന്നു. യാഥാർത്ഥ്യം മാറിയിട്ടില്ല. നമുക്കറിയാലോ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ തന്നെ ഒറിജിനൽ വേറെ ഉണ്ട് എന്ന് അർത്ഥം. ഒറിജിനൽ വെല്ലുന്ന തരത്തിൽപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് സാധനം ഒറിജിനൽ അല്ല, പക്ഷേ അതുപോലെ തോന്നിപ്പിക്കും. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തകരാറും അതിനുണ്ടാവും, എല്ലാ തകരാറും ഉണ്ടാവും. ഇവിടെ നോക്ക്, വടി ഒരിക്കലും മാറിയിട്ടില്ല, വടി തന്നെയാണ്. ഇവരെറിഞ്ഞ കയറുകളൊക്കെ കയറാണ്. പക്ഷേ ആളുകൾക്കിടയിൽ ഒരു തോന്നലുണ്ടാക്കാൻ അതിന് സാധിച്ചു. യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്അ. അതാണ് സിഹിർ എന്ന് പറഞ്ഞാൽ. നേരത്തെ ചോദിച്ചില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ സിഹിർ എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടോ ചോദിച്ചാൽ അത് വ്യാജ നിർമ്മിതിയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. സിഹിർ ഉണ്ടോ എന്ന് വെച്ചാൽ സിഹിറുണ്ട്. അതിന് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഭൗതിക രൂപത്തിൽ മാറ്റം വരുത്താൻ സാധ്യമേ അല്ല. വടിയെ ഒരിക്കലും പാമ്പാക്കി മാറ്റാൻ ഒരു സാഹിറിനും കഴിയില്ല. പക്ഷേ തോന്നിപ്പിക്കാം. വടിയുടെ പലതരത്തിൽപ്പെട്ട രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയോ പുരട്ടി വെച്ചിട്ട് അതിങ്ങനെ വടി അങ്ങനെ മറിയുമ്പോൾ പാമ്പിഴയുന്നത് പോലെ തോന്നിക്കാം. ആ കയറ് ഒരിക്കലും പാമ്പല്ല, ജീവനില്ല അതിന്. പക്ഷേ അത് പാമ്പ് ഇഴയുന്നത് പോലെ ആക്കി തീർക്കാൻ കഴിയും. ഏതുപോലെ നമ്മൾ പല സാധനങ്ങൾ ചലിപ്പിക്കുന്നുണ്ടല്ലോ. സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, അതിങ്ങനെ ഒരു ചാവി കീ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം അങ്ങനെ പോകുന്നതായിട്ട് കാണാം. പാമ്പായിട്ട് ഇഴയുന്ന സാധനങ്ങൾ ഉണ്ടാവും, കോഴിയായിട്ട് പോകുന്നതുണ്ടാവും, കുതിരയായിട്ട് ചാടിപ്പോകുന്നത്, എല്ലാ ജാതി സാധനം നമ്മൾ ഉണ്ടാക്കും. അത് കുതിരയാണോ? അല്ല. അങ്ങനെ പലതരത്തിൽപ്പെട്ട മാജിക്, ആ മാജിക് ഇവിടെ പുറത്തെടുത്തു. പക്ഷേ പെട്ടെന്ന് തോന്നുകയാണ് യുഹയ്യലു ഇലൈഹി അന്നഹ മിഹിബാലുഹും മിൻ സിഹ്രിഹിം അന്നഹ തസ്അ. ഇവരുടെ സിഹർ കാരണമായിട്ട് അത് ഇഴയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസ. മൂസായുടെ മനസ്സിൽ ഒരു പേടി തോന്നി. പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മജീഷ്യൻസ് അവരുടെ വമ്പിച്ച സിഹിറ എടുത്തിരിക്കുന്നത്. അത് സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, സഹറു അഅ്യുനന്നാസ്, ജനങ്ങളുടെ മുഴുവൻ കണ്ണുകളെയും അവർ കെട്ടിക്കളഞ്ഞു. സഹറു എന്ന് പറഞ്ഞാൽ മാരണം ചെയ്തു, ആഭിചാരം ചെയ്തു. ഫസ്തർഹബൂഹും, അവരവർ ഭയപ്പെടുത്തി. മൊത്തം ആളുകൾ പേടിച്ച് സ്തബ്ധരായി നിൽക്കുകയാണ്. നിറയെ പാമ്പുകൾ. ഫസ്തർഹബൂഹും, അതാണ് ഇവിടെ വേറെ രൂപത്തിൽ യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്അ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസ. അപ്പം ചോദിക്കും, മൂസാ നബി പേടിക്കാൻ പാടുണ്ടോ? രണ്ട് സംഗതി ഉണ്ട്. ഒന്ന്, മൂസാ നബി മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യന് തോന്നുന്നതൊക്കെ മൂസാ നബിക്കും തോന്നും. പക്ഷേ അദ്ദേഹത്തോട് അള്ളാഹു പറയുന്നുണ്ട് പിന്നീട്. മാത്രമല്ല വേറൊരു പേടി മൂസാ നബിക്ക് ഉണ്ട്. ഇതിപ്പോൾ ഇവർ കാണിച്ച സിഹിർ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇതാ പാമ്പ് തന്നെയാണെന്ന് എല്ലാവർക്കും എനിക്കടക്കം തോന്നിയിട്ടുണ്ടല്ലോ, പാമ്പ് തന്നെയാണ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പാമ്പല്ലാന്ന് മൂസാ നബിക്ക് അറിയാം. പക്ഷേ ആ തോന്നൽ തന്നെയാണല്ലോ എൻ്റെ ഇട്ടാലും ഉണ്ടാവുക. ഞാൻ എൻ്റെ കയ്യിലുള്ള വടിയിട്ടാലും ഇതേപോലെ തന്നെയല്ലേ ആളുകൾ ധരിക്കുക എന്നുള്ള പേജാറായിരിക്കാം അദ്ദേഹത്തിന് കുടുങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് പറയുന്നു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. അല്ലാഹു കൂടെ ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാനുണ്ട് കൂടെ. ഇന്നി മഅകുമാ അസ്മഉ വ അറാ. അല്ലാഹു പറയാണ്, കൂടെ ഇന്നുകൊണ്ട് പറയാണ്, ഖുൽനാ, നാം പറഞ്ഞു, ലാ തഖഫ്, ഭയപ്പെടരുത്, പേടിക്കരുത്, ഇന്നക അൻതൽ അഅ്ലാ. ഉണ്ടോ ഓരോ ഇത് കിട്ടുക. സാധാരണഗതിയിൽ ഒരാൾ പേടിച്ചു പോയാൽ അപ്പം മനോനില പോവും, കൺട്രോൾ വിടും. ഞാൻ പേടിച്ചാൽ എനിക്ക് എൻ്റെ സംസാരം മുഴുവനാക്കാൻ കഴിയില്ല. അല്ലാഹു ഉടനെ ലാ തഖഫ്, പേടിക്കരുത്, ഭയപ്പെടരുത്, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. കാരണം നോക്കണങ്ങളെ, ഇത് വമ്പൻ സദസ്സ. ഫിർഔന്റെ എല്ലാ ആശീർവാദങ്ങളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങാൻ വലിയ പ്രതീക്ഷയുമായി വന്ന സാഹിറുകൾ.
മുഴുവൻ ആളുകളും ചുറ്റിലുണ്ട്. ഇദ്ദേഹത്തിന് കൂടെ ആരാ? ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്ദേഹം മാത്രം. എന്നിട്ട് ഇത് ഇടാൻ പറഞ്ഞ സമയത്ത് അവരാദ്യം അവതരിപ്പിച്ചിരിക്കുന്നു, ഇദ്ദേഹം ഇട്ടിട്ടില്ല, പേടിച്ച് നിൽക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ലാ തഖഫ്, ഭയപ്പെടരുത്. ഇന്നക അൻതൽ അഅല. അള്ളാഹു ഒരാൾക്ക് ധൈര്യം കൊടുക്കും. നോക്ക്, നിശ്ചയമായും താങ്കൾ തന്നെയാണ്. മൂസയോട് പറയാം, ഇന്നക അൻതൽ അഅല, താങ്കൾ തന്നെയാണ് അത്യുന്നതൻ, അല്ലെങ്കിൽ താങ്കൾ തന്നെയാണ് വിജയിക്കുന്നവൻ. ഇന്നത്തെ മേധാവിത്വം താങ്കൾക്കാണ്. ഇന്നക അൻതൽ അഅല, നേരത്തെ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ യൗമ മനിസ്തഅല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ യൗമ മനിസ്തഅല. ഇന്ന് ആരാണോ മേധാവിത്വം പുലർത്തുന്നത്, മികവ് പുലർത്തുന്നത്, അവരാണ് വിജയിക്കുക. അള്ളാഹു മൂസാ നബി പറഞ്ഞു, ഇന്നത്തെ മികവ് നിന്റെ അടുത്താണ്. ഇന്നക അൻതൽ അഅല, ഇന്ന് നീ തന്നെയാണ് അതിജയിക്കുന്നത് എന്ന് മൂസാ നബി പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു. വീണ്ടും അള്ളാഹു പറയാണ്, വഅൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സ്വനഉ ഇന്നമാ സ്വനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഒക്കെ അല്ലേ പിന്തുണ കൊടുക്കുന്നത്, സ്വന്തം ഒന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രബോധകന്റെ കൂടെ അള്ളാഹു ഉണ്ടാവും. അയാൾ പ്രബോധനം ചെയ്യാൻ തീരുമാനിച്ചാൽ, സത്യത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ, ആ മനുഷ്യന് ശക്തി പകർന്നുകൊണ്ട് എപ്പോഴും പടച്ചറബ് കൂടെ ഉണ്ടാവും. കാരണം പല ജാതി പ്രതിസന്ധികളുണ്ടാവും. ഇത് വല്ലാത്തൊരു സ്റ്റേജ് ഞങ്ങൾ മനസ്സിലാക്കണത്. മുഴുവൻ ആളുകളും വളരെ ലൈവായിട്ട് ലോകം കാണുകയാണ്. ഈ മത്സരത്തിലെങ്ങാനും പരാജയപ്പെട്ടാൽ, ഈ മത്സരത്തിൽ സത്യം എൻ്റെ ഭാഗത്താണ് തെളിയിക്കാൻ കഴിയാതെയായി പോയാൽ, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പേടിയുടെ ഭയങ്കര ടെൻഷനുള്ളൊരു സന്ദർഭമാണ്. അള്ളാഹു പറഞ്ഞു, ഭയപ്പെടരുത്. ഇന്നക അൻതൽ അഅല, നീ തന്നെ വിജയിക്കും, നീ തന്നെ അതിജയിക്കുമെന്ന്. അതുകൊണ്ട് അൽഖി, ഇട്ടോളൂ. മൂസാ നബിയാണ് മറ്റവരോട് അൽഖൂ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞത്. മൂസാ നബിയോട് വടിയെറിയുവാൻ വേണ്ടി പറയുന്നത് പടച്ചറബാണ്. അൽഖി, നീ ഇടുക, നീ അവതരിപ്പിക്കുക. മാഫി യമീനിക്, നിന്റെ വലത് കയ്യിലുള്ളത് നീ എറിയുക. നേരത്തെ ഫിർഔൻ വിളിച്ചു കൂട്ടിയ സാഹിറുകൾ എറിഞ്ഞത് എങ്ങനെയെന്നറിയോ? അത് വേറെ സൂറത്തു ശുഅറയിൽ പറയുന്നുണ്ട്. ബിഇസ്സതി ഫിർഔൻ എന്നാണ്. ബിഇസ്സതി ഫിർഔൻ, ഫിർഔന്റെ പ്രതാപത്താൽ, ബിസ്മില്ലാ എന്നൊക്കെ നമ്മൾ പറയും പോലെ ബിഇസ്സതി ഫിർഔൻ എന്നിട്ട് അവരിട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ വലത് കയ്യിലുള്ളത് നീ ഇടുക. തൽഖഫ് മാ സ്വനഉ, ലഖഫ യൽഖഫ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നർത്ഥം. തൽഖഫ് മാ സ്വനഉ, അത് വിഴുങ്ങിക്കൊള്ളും. ലഖഫ തൽഖഫ് മാ സ്വനഉ, അവർ ഉണ്ടാക്കിയത്, അവർ നിർമ്മിച്ചത്, അവർ നിർമ്മിച്ചുണ്ടാക്കിയതിനെ അത് വിഴുങ്ങും. എന്താ പറഞ്ഞത്? ഏത് വിഴുങ്ങും? നീ വടിയെറിയുക, അത് വിഴുങ്ങും. ആ വടി അത് സർപ്പമായി മാറും, അങ്ങനെ അത് വിഴുങ്ങും. മാ സ്വനഉ, അവർ നിർമ്മിച്ചുണ്ടാക്കിയത്. ആര് നിർമ്മിച്ചുണ്ടാക്കിയത്? സാഹിറുകൾ ഇവിടെ കാണിച്ചല്ലോ. അതിനെ പറ്റിയിട്ടാ മാ സ്വനഉ എന്ന് പറഞ്ഞത്. അവരുടെ വടി വിഴുങ്ങുക, കയറ് വിഴുങ്ങാന്നൊന്നുമല്ല. ഒറ്റ വടിയും കയറും അവിടെ ഇല്ലാതായി പോലല്ല, മറിച്ച് വടിയും കയറിനും അല്ലല്ലോ പ്രശ്നമുള്ളത്. പ്രശ്നമുള്ളത് സർപ്പമായി തോന്നിക്കുന്ന സംഗതിയല്ലേ, ആ തോന്നൽ അവസാനിക്കും. സാധനം നിലത്തേക്കിട്. അൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സ്വനഉ, അവർ നിർമ്മിച്ചുണ്ടാക്കിയതിനെ അത് വിഴുങ്ങും. എന്താ നിർമ്മിച്ചത് പിന്നെ പറയുന്നു ഖുർആൻ, ഇന്നമാ സ്വനഉ കൈദു സാഹിർ, തീർച്ചയായിട്ടും അവരുണ്ടാക്കിയത്, അവർ നിർമ്മിച്ചെടുത്തത് എന്താണ്? കൈദു സാഹിരിൻ, സാഹിറിന്റെ, മാന്ത്രികക്കാരൻ്റെ, ജാലവിദ്യക്കാരൻ്റെ തന്ത്രം മാത്രമാണ് അവർ പുറത്തെടുത്തത്. മാറിയിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ ടവലെടുത്തിട്ട് ഇങ്ങനെ പ്രാവാക്കി മാറ്റും അല്ലേ, ഇങ്ങനെ കടലാസ് ഇങ്ങനെ എടുത്തിട്ട് നോട്ടാക്കി മാറ്റും, പലതും ചെയ്യും. കടലാസ് തന്നെയാ, നോട്ടായിട്ടില്ല, നോട്ട് വേറെയാ. അങ്ങനെ കടലാസ് നോട്ടാക്കുന്ന ആളെന്തിനാ ആൾക്കാരുടെ ഇറങ്ങിയിട്ട് പൈസ പിരിക്കുന്നത്? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ പണിയെടുക്കുന്നത്. ചില ആളുകളുടെ മാന്ത്രിക ജാലത്തിലൂടെ അല്ലേ ധാരാളം ഇങ്ങനെ നോട്ടുണ്ടാക്കുക. കടലാസ് വെറും പേപ്പർ, ന്യൂസ് പേപ്പർ കൊണ്ട് നോട്ടായി മാറുക. മാറൂല. ന്യൂസ് പേപ്പർ തന്നെയാണ്, വടി തന്നെയാണ്. അതുകൊണ്ട് ഇവർ നിർമ്മിച്ചതാണത്. തൽഖഫ് മാ സ്വനഉ, ഇവരുണ്ടാക്കിയൊരു മായയാണ്, ഒരു കൺകെട്ടാണ്. ആ കൺകെട്ടിനെ, ആ മായയെ തൽഖഫ് മാ സ്വനഉ, അത് വിഴുങ്ങും. ഇന്നമാ സ്വനഉ കൈദു സാഹിർ,
അവർ നിർമ്മിച്ചുണ്ടാക്കിയത് കൈദു സാഹിർ, ആഭിചാരകന്റെ, ഒരു സാഹിറിന്റെ തന്ത്രം മാത്രമാണ്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ ഉണ്ടല്ലോ, മജീഷ്യൻ, മാന്ത്രികൻ, അയാൾ വിജയിക്കേയില്ല. ലാ യുഫ്ലിഹു, വിജയിക്കുകയില്ല. ഹൈസു അതാ, എങ്ങനെ വന്നാലും. അത്താന്ന് പറഞ്ഞാൽ വന്നു എന്നാ. ഹൈസു അത്താന്ന ഏത് കോലത്തിൽ വന്നാലും, അല്ലെങ്കിൽ എവിടെ വന്നാലും, രണ്ടും പറയാം. ഹൈസു എന്ന് പറഞ്ഞാൽ ഏത് കോലത്തിൽ വന്നാലും സാഹിർ ജയിക്കൂല. ഏത് കോലത്തിൽ വന്നാലും മാന്ത്രികൻ വിജയിക്കുകയില്ല. എവിടെ ചെന്നാലും മാന്ത്രികൻ വിജയിക്കൂല. ആരാ പറയുന്നത്? പടച്ചവനാ പറയുന്നത്. എന്താ അള്ളാഹു പറഞ്ഞത്? മൂസാ നബിക്ക് ശക്തി പകരുകയാണ്. ലാ തഖഫ്, ഭയപ്പെടരുത്. ഇന്നക അൻതൽ അഅല, നീയാണ് ഇന്ന് അതിജയിക്കുന്നവൻ. വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ കയ്യിലുള്ളത്, നിന്റെ വലത് കയ്യിലുള്ളത് നീ ഇടുക. തൽഖഫ്, അത് വിഴുങ്ങും. മാ സനഉ, അവർ നിർമ്മിച്ചുണ്ടാക്കിയതിനെല്ലാം. ഇന്നമാ സനഉ കൈദു സാഹിർ, കാരണം അവർ നിർമ്മിച്ചതെല്ലാം ഒരു മായാജാലക്കാരൻ്റെ മാന്ത്രിക വിദ്യകളാണ്. വല യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, എവിടെ ചെന്നാലും എങ്ങനെ വന്നാലും ഒരിക്കലും സാഹിർ വിജയിക്കുകയില്ല. ഇത് കൃത്യമായൊരു പ്രസ്താവനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഇവിടെ നേർക്കുനേരെ നമ്മുടെ മുമ്പിലുള്ളത് മൂസാ നബിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടിയാണ്. മറുഭാഗത്തുള്ളത് ധാരാളം വടികളും കയറുകളുമായിട്ട് കടന്നു വന്ന മാന്ത്രികരാണ്. അതൊരു പ്രതീകമാണ്. ഇവിടെ അള്ളാഹു പറയുന്ന സത്യം, അതിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. മിഥ്യ, അത് തകരാനുള്ളതാണ്. വ്യാജം, അത് തകരാനുള്ളതാണ്. ലോകത്ത് അതാ കാണുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ആളുകൾക്ക് ഇതിനോട് ഭയങ്കര വെറുപ്പാ, സത്യത്തോട്. പക്ഷെ അള്ളാഹു ആരൊക്കെ വെറുത്താലും ശരി, അള്ളാഹു ഈ പ്രവാചകൻ അയച്ചത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സത്യസന്മാർഗവുമായിട്ട്, ദീനുൽ ഹഖ്, ഈ ശരിയായ ദീനുമായിട്ട് അയച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ഇവിടെയുള്ള സകല ദീനുകളെയും അതിജയിക്കുവാൻ. ഇന്നക അൻതൽ അഅല എന്ന് പറഞ്ഞില്ലേ, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മളോട് പറയാ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളെ കവച്ചു വെക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങളാണ് അത്യുന്നതർ, വിജയികൾ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആ പ്രഖ്യാപനം ഭയങ്കര. അതുകൊണ്ട് ഇത് നമുക്കൊക്കെ ഉള്ള വലിയ ആശ്വാസമായി പറയുന്നത്. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളാണ് വിജയിക്കുക സത്യസന്ധരാണെങ്കിലാട്ടോ. മാത്രമല്ല, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന എല്ലാവരും തന്നെ വിജയിക്കുകയില്ല. ലാ യുഫ്ലിഹു അസ്സാഹിറു ഹൈസു അതാ, എങ്ങനെ വന്നാലും, വ്യാജം ഏതൊക്കെ കോലത്തിൽ വന്നാലും അത് ഒറിജിനലിനെ വെല്ലാൻ കഴിയില്ല, അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുക. അൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു അസ്സാഹിറു ഹൈസു അതാ. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദാ ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ. അമ്പിച്ചൊരു സംഭവമാണ് നടക്കുന്നത്. മൂസാ നബി തൻ്റെ വലത് കൈയിലുള്ള വടി പടച്ചറബിൻ്റെ നാമം ഉച്ചരിച്ചാണ്ട് ഇടുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടു. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ നടക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ, കുൻ, അങ്ങനെ ആവണമെന്ന് പടച്ചറബിന് കൽപ്പന കിട്ടേണ്ട താമസം, ഫയകൂൻ, അതങ്ങനെ ആയിരിക്കും. ആ വടിയോട് അള്ളാഹു പാമ്പാവുക അള്ളാഹു പറയുന്നു, മൂസാ നബി അല്ല. അങ്ങനെ തന്നെ ആവും, അത് അങ്ങനെ തന്നെ ആവും. അങ്ങനെ ആയിന്ന് മാത്രമല്ല, തൽഖഫ് മാ സനഉ, ഇവരുടെ മുഴുവൻ ആ തന്ത്രങ്ങളുണ്ടല്ലോ, കൺകെട്ടുകൾ, അതിനൊക്കെ വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്ത് സംഭവിച്ചത്? ഇതിങ്ങനെ ഇഴയുകയാണ്, മുഴുവൻ സർപ്പങ്ങൾ ഇങ്ങനെ. ആ ഇഴയുന്ന സന്ദർഭത്തിൽ മൂസാ നബി ഇട്ട ആ പാമ്പുണ്ടല്ലോ, ആ വടി, അത് സർപ്പം, ഉഗ്ര സർപ്പമായി വന്നിട്ട് എല്ലാത്തിനും വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്നതോടുകൂടെ അവരുടെ സകല ഇതും അവസാനിക്കുകയാണ്. മൂസാ നബിയുടെ സർപ്പം ഇങ്ങനെ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റിയിട്ട് നിൽക്കുന്നു.
ഇത് കാണേണ്ട താമസം. ലോകം മുഴുവൻ കാണുകയാണ് ലൈവായിട്ട്. ഇന്നത്തെ രൂപത്തിലാണെങ്കിൽ ലൈവ് ഷോ ആണ്. ആളുകളൊക്കെ ടെലിവിഷന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് കാഴ്ച കാണാൻ. അവിടെ ആ മൈതാനിയിലാണ്. അന്ന് കാണാവുന്ന മുഴുവൻ ആളുകളും അവിടെയുണ്ട്. എത്രയോ ആളുകൾ, മില്യൺ കണക്കിന് ആളുകൾ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ അന്ന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവരൊക്കെ കാണുകയാണ്. കാണുന്നത് ഇങ്ങനെയാണ്. രണ്ട് കണ്ണും പകൽ കാഴ്ചയിൽ, പകൽ വെളിച്ചത്തിലുള്ള കാഴ്ചയാണ്, നേർക്കാഴ്ചയാണ് അവർ കാണുന്നത്. എന്താണ്? മൂസാ നബിയുടെ ആ വടി ഇടേണ്ട താമസം അത് അവരുടെ എല്ലാ സിഹിറിനെയും നിഷ്പ്രഭമാക്കി കളഞ്ഞു. അവരുടേത് വടിയായിട്ടും കയറായിട്ടും അവിടെ തന്നെ നിന്നു. ആളുകൾക്ക് ബോധ്യപ്പെട്ടു മൂസാ നബിയുടെ സർപ്പമായിട്ട് അങ്ങനെ എല്ലാത്തിനെയും അവസാനിപ്പിച്ചു കളഞ്ഞു, വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നു. അത് അങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. അതല്ല, അവരുടെ സിഹിർ അതോടുകൂടെ ഇല്ലാതെയായി. സിഹിറല്ല, ആ തന്ത്രമല്ലോ, വടി നശിപ്പിക്കാന്നുള്ളല്ലോ. വടിയാണ് എന്ന് തെളിയലാണ് സിഹിർ പൊളിയാന്ന് പറഞ്ഞാൽ. അതാ സിഹിർ പൊളിയാന്ന് പറഞ്ഞാൽ. ആ പൊളിച്ചിലാണ് ഇവിടെ നടത്തിയത്. അവരിട്ടത് വടിയാണ്, അവരെറിഞ്ഞത് കയറാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ മൂസാ നബിയുടെ സർപ്പം വടി ഇഴഞ്ഞു. അതാണ് പടച്ചറബിൻ്റെ കഴിവ്. ഇത് കാണേണ്ട താമസം. ഇതിലേറ്റവും കൂടുതലായിട്ട് ഞെട്ടിയിട്ടുണ്ടാവുക മജീഷ്യൻസാണ്, സാഹിറുകളാണ്. കാരണം സിഹിറിൻ്റെ എല്ലാ മേഖലയും പഠിച്ചറിഞ്ഞ ആൾക്കാരാണ് വന്നത്. എല്ലാ മേഖലയും പഠിച്ചറിഞ്ഞതാ. മൂസാ നബിയെ വടിയിട്ടപ്പോൾ തന്നെ അതിൻ്റെ ചലനം ശ്രദ്ധിച്ച സാഹിറുകൾ മനസ്സിലായി ഇത് സംഗതി വേറെയാണ്. കാരണം ആദ്യമേ മൂസ അവർക്കൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൈലക്കും, കരുതിക്കൊള്ളണം, നിങ്ങൾ സൂക്ഷിക്കണം. ലാ തഫ്തറു അലല്ലാഹി കദിബ, പടച്ചറബിനെതിൽ നിങ്ങൾ പലതും മെനഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത്. ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വഖദ് ഖാബ മനിഫ്തറ, കെട്ടിച്ചമച്ചവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ മൂസാ നബി നൽകിയൊരു താക്കീതുണ്ട്. അതിതാ പുലർന്നിരിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന സാഹിറുകൾ പറഞ്ഞു ഇത് സിഹിറല്ല, ഒറ്റ വീഴല. ഒന്നും പറയാൻ നിന്നില്ല അവർ. ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല. അവരെല്ലാവരും ആ സാഹിറുകൾ സാഹിർ എന്നുള്ള വാക്കിന്റെ ജംആയിട്ട് സഹറത്ത്, ആ മുഴുവൻ മജീഷ്യൻസും ആ മാന്ത്രികരും സാഹിറുകളും മാരണക്കാർ ആഭിചാരകരെല്ലാം തന്നെ ഉൽഖിയ സുജ്ജദ, സുജൂദിൽ വീഴുന്നു, വീഴപ്പെടുന്നു. ഉൽഖിയ ഇടപെട്ടു, ആരോ തള്ളിയിട്ടതുപോലെ ഒന്നായിട്ടാണ് വീഴുക സുജൂദിലേക്ക് മുഴുവൻ ആളുകളും. ഖാലു, അവരെ പ്രഖ്യാപിക്കുകയാണ്, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിറബ്ബി ഹാറൂന വമൂസ, ഉറക്കെ പറയാ. ആരുടെ മുമ്പിലാ പറയുന്നത് നോക്കണം. അതിക്രൂരനായ സ്വേച്ഛാധിപതിയെ, ഞാൻ തന്നെയാണ് റബ്ബ്, അന റബ്ബുക്കുമുൽ ആല, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് അവകാശവാദം ഉന്നയിച്ച, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, എന്നെ കൂടാതെ ഇവിടെ ഒരു ഇലാഹുള്ളതായിട്ട് എനിക്കറിയില്ലെന്ന് പ്രഖ്യാപിച്ച ഫിർഔന്റെ മുമ്പിൽ അയാൾ വിളിച്ചു കൊണ്ടുവന്ന, വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടുവന്ന ഈ സാഹിറുകൾ ഒറ്റയടിക്ക് സുജൂദിൽ വീണ്ട് പ്രഖ്യാപിക്കുകയാണ്, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിറബ്ബിന എന്നല്ല പറഞ്ഞത്, ബിറബ്ബിക്കും എന്നല്ല പറയുന്നത്. കാരണം റബ്ബിനെ സംബന്ധിച്ച് ഫിറൗൻ ഉണ്ടാക്കി വെച്ച കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഫിറൗൻ പറഞ്ഞ അന റബ്ബുക്കുമുൽ ആല, ഞാനാങ്ങളെ വലിയ റബ്ബ്. അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫിറൗനിൽ നിന്നാണ് ആൾക്കാർ, ഇവൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത ഉണ്ട്. ഫിറൗൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ, വിശ്വസിച്ച് ഓക്കെ എന്ന് പറയും. തീർത്ത് പറഞ്ഞവര് ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. സുജൂദിൽ കടന്നു. ആരാത്? ആ ദിവസം വരെ, ആ നിമിഷം വരെ വമ്പിച്ച് അറിയപ്പെട്ട സാഹിറുകളാ. അവർ വന്നത് വിശ്വാസികളാവാനല്ല. വരുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ട്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പേ അവർ ഫിറോവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എന്താ കിട്ടുക, ഈ മത്സരത്തിൽ വിജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി ഫിറോൻ പറഞ്ഞതോ, നിങ്ങൾ എൻ്റെ സ്വന്തക്കാരായിരിക്കും, മിനൽ മുഖറബീൻ, കൊട്ടാരത്തിൽ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ ഒന്നും ചോദിക്കാം, നിങ്ങൾ അടുത്ത ആളായി കിട്ടിയാൽ പിന്നെ ഒന്നുമില്ലല്ലോ, പിന്നെ എല്ലാം അവിടെ നടക്കും. അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ സ്ഥാനങ്ങൾ, സമ്മാനങ്ങൾ മോഹിച്ചെത്തിയ ഈ സാഹിറുകളാണ് നിമിഷ നേരം കൊണ്ട്, നമ്മളാരും അറിയുന്നത് പോലുമില്ല,
ഇത് കാണേണ്ട താമസം അവരെല്ലാവരും സുജൂദിൽ വീഴുന്നു. മാറ്റിവെക്ക്, ഞങ്ങൾ വീട്ടിലെത്തട്ടെ. ഫിറൗന്റെ അടുത്ത് നിന്ന് മെല്ലാട് കഴിച്ചിലായിട്ട് പറയാ, ഒന്നും മാറ്റി വെച്ചില്ല. അവിടെ നിന്ന് തന്നെ നിമിഷം കൊണ്ട് അവർ സുജൂദിൽ വീണ് പ്രഖ്യാപിച്ചു, ആമന്ന ബി റബ്ബി ഹാറൂന വ മൂസ. പ്രത്യാഘാതം ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണ്. എന്താ സംഭവിച്ചു നോക്ക്. അവിടെ കൂടിയിരിക്കല്ലേ, ആ രാജ്യം ഒന്നായിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഫിർഔൻ അവിടെ ഉണ്ട്, മൂസ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആളുകൾ നോക്കി നിൽക്കെ മുഴുവൻ ആളുകളെയും ഇയാളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഫിർഔൻ മെനക്കെട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. പരാജയപ്പെടുത്താൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന ആളുകൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെല്ലാവരും മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തോ വേണോ? അവിടെ സംഭവിക്കുക, ആ നാട് മുഴുവൻ മാറാൻ പോവുകയാണ്. ഉടനെ എന്താ ചെയ്തു നോക്ക്. ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹ്ർ ഫലഉഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട്, ഇവരോട് പറയാ, സാഹിറുകളോട് ഉറക്കെ ഫിറൗൻ പറയാണ്, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ആമൻതും ലഹു, നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞു അല്ലേ. ആമൻതും ലഹു, അവനിൽ. ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, എൻ്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ്, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പേ നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞു അല്ലേ. നോക്കുകള്, ആ രാജ്യത്ത് ഏത് മതം സ്വീകരിക്കണം എന്നുള്ള മൂപ്പരുടെ ഇഷ്ടനുസരിച്ചേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, മാറ്റം അല്ലെങ്കിൽ മതപരിവർത്തനം നിരോധിക്കുക. ആരെങ്കിലും എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ വിശ്വസിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഫിറൗന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിക്ക് നമ്മളൊക്കെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ വായിച്ചു കുറേ കാര്യം കിട്ടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ ഈ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ അടുത്ത് പോകുമ്പോൾ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ ഓർമ്മിപ്പിച്ചല്ലോ. ഇവിടെ പറയുകയാണ്, ഇയാളുടെ ആ രാജ്യത്ത് സ്വന്തം ആശയം പ്രകടിപ്പിക്കാനുള്ള അവസരം അതുപോലെ ഇയാൾ നൽകണം. പറയുകയാണ്, അമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചു കളഞ്ഞു അല്ലേ. അമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ആദന ലക്കും എന്ന് പറഞ്ഞാൽ അതിനെ അനുവദിക്കുക. ആദന ലക്കും, നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചു കളഞ്ഞു അല്ലേ. ഇത് ഒരു ഒത്തുകളിയാണ്. ഉടനെ പ്ലേറ്റ് മാറ്റണം അവിടെ. കാരണം ലൈവായിട്ട് ലോക ഈ സംഗതി കാണുകയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, TV ചർച്ചകളിൽ ചില ആളുകൾ ഇങ്ങനെ വളരെ വളരെ ക്രൂഷ്യലായി ചില സംഗതി ഉന്നയിക്കും. എതിരാളികൾ, സത്യത്തിൻ്റെ ആളുകൾ വളരെ കൃത്യമായിട്ട് വൃത്തിയിൽ കാര്യം അവതരിപ്പിക്കുമ്പോൾ വെറും കള്ളത്തരം പറഞ്ഞിട്ട് വാക്കിലൂടെ ജയിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ഒരു ഉരുണ്ടുകളി കളിക്കൽ. അപ്പോഴും അവരുടെ ഉരുളൂല, വേറെ എന്തെങ്കിലും സാധനമാക്കല. നമ്മൾ പറയാറുണ്ടല്ലോ, വീണ് അവിടെ കാരണം ഉരുള മാത്രമല്ല, അയ്മൽ ആകതാക്കികൾ, അതൊരു വലിയ അഭ്യാസമാക്കി മാറ്റിയാണ്. അതേ കളി അവിടെ കളിക്കുന്നത്. എന്താ പറഞ്ഞു നോക്ക്. വളരെ വിദഗ്ധനാണ്, രാജ്യതന്ത്രജ്ഞനാണ് ഫിറൗൻ. എന്താ പറഞ്ഞു നോക്ക്. ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹ്ർ. ഇന്നഹു ലകബീറുകും, തീർച്ചയായും ഇത് ആരാന്നറിയോ. ലകബീറുകും, നിങ്ങളുടെ കൂട്ടത്തിലെ വലിയവനാണ്, നിങ്ങളുടെ ഗുരുനാഥനാണ്. അല്ലദീ അല്ലമകുമുസ് സിഹ്ർ, നിങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ച, നിങ്ങളെ മാരണം പഠിപ്പിച്ച, നിങ്ങൾക്ക് ജാലവിദ്യ എന്താണെന്ന് പകർന്നു തന്ന നിങ്ങളുടെ കൂട്ടത്തിലെ വലിയ ഗുരു, വലിയ ഉസ്താദായവന്. നോക്ക്, വളരെ പെട്ടെന്ന് അടവ് മാറ്റുകയാണ്. കാരണം സിഹിറാണ് ഇത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം. ആ സിഹിറാണ് ചെയ്തത്. പക്ഷേ ഇവർക്കൊക്കെ സിഹിർ പഠിപ്പിച്ചു കൊടുത്ത എന്ന് പറഞ്ഞാൽ ഈ സാഹിറുകളെ നോക്കി പറയാ, നിങ്ങൾക്കെല്ലാവർക്കും സിഹിർ പഠിപ്പിച്ച നിങ്ങളുടെ കബീറുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയവൻ, നിങ്ങളുടെ ഗുരു ആണ് ഇയാൾ. മാത്രമല്ല എന്നാണ് പറഞ്ഞു, അല്ലമകുമുസ് സിഹ്ർ. ഇത് സൂറത്തുൽ അറാഫിൽ കാണാം. ഇത് മക്റുൻ മക്കർതുമുഹു, ഇത് നിങ്ങൾ
ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരുക്കിയ തന്ത്രമാണ്. മക്കറുൻ മക്കർത്തുമുഹു ഫിൽ മദീന, ഇവിടെ എത്തിയതിനു ശേഷം നിങ്ങളുണ്ടാക്കിയ ഒരു ചതിയാണത് എന്ന് പറയുന്നുണ്ട് ഫിറഔൻ. ആരോടാ പറയുന്ന അറിയോ? സാഹിറുകളോട് പറയാം. ഫിറഔൻ പറയുന്നതാണ്, സാഹിറുകൾ എന്ന് പറഞ്ഞാൽ ഇയാൾ സാഹിറാണ്, നിങ്ങളുടെ കൂടെ വലിയ സാഹിറാണ് മൂസ. ഒരു കാരണവശാലും എന്ത് വന്നാലും ശരി, എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും ഇയാൾ അംഗീകരിക്കാൻ സന്നദ്ധനല്ല. അങ്ങനെ അംഗീകരിക്കാൻ സന്നദ്ധനല്ലാത്ത ഫിറഔനോട് പറയാണ്, ഇന്നകൂ ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹർ, തീർച്ചയായിട്ടും ഇയാൾ അവൻ ലകബീറുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ വലിയവനാണ്, അല്ലമകുമുസ് സിഹർ, നിങ്ങളെ സിഹിർ പഠിപ്പിച്ച, കണ്ടില്ലേ, മാരണം പഠിപ്പിച്ച നിങ്ങളുടെ ഗുരുനാഥനാണ്. അതുകൊണ്ട് ഗുരുനാഥനെ ബഹുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണ്. അതിനാൽ നോക്ക്, ഫല ഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് വല ഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ്ൽ വല തഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. എന്താ പറഞ്ഞു നോക്ക്. ഖാല, അദ്ദേഹം പറയാണ്, ഫല ഉഖത്തിഅന്ന ഐദിയകും, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൈകൾ ഛേദിക്കുക തന്നെ ചെയ്യും. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിക്കുക, വെട്ടിമുറിക്കുന്നതിനെ പറയാ. ഫല ഉഖത്തിഅന്ന ഐദിയകും, നിങ്ങളുടെ കൈകൾ ഞാൻ വെട്ടിക്കളയും. നേർക്ക് നേരെ മുഖത്ത് നോക്കി പറയാ, വേറെ സ്ഥലത്തേക്ക് പോയിട്ടൊന്നുമില്ല. ഭവിഷ്യത്ത് ഇവർക്ക് ആദ്യമേ അറിയാം. ഈ പ്രഖ്യാപിച്ച ആ സാഹിറുകൾക്ക് അവർ നേരത്തെ സത്യമൊന്നും അവർക്ക് എത്തിയിട്ടില്ലല്ലോ. അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം കിട്ടിയപ്പോഴാണ്, കിട്ടിയ നിമിഷം അവർ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിച്ചപ്പോൾ ഈ വിശ്വാസികളോട് പറയാണ്, ലഉഖത്തിഅന്ന ഐദിയകും, നിങ്ങളുടെ കൈകൾ ഞാൻ മുറിച്ചു കളയും, വഅർജുലകും, നിങ്ങളുടെ കാലുകളും കൊത്തിക്കളയും ഞാൻ. ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, വിപരീത ദിശയിലാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരുത്തൻ്റെ വലത് കൈയാണ് കൊത്തുന്നതെങ്കിൽ അയാളുടെ ഇടത് കാലാണ് പിന്നെ ഛേദിക്കുക. വലത് കൈയും ഇടത് കാലും, ഇടത് കൈയും വലത് കാലും. മിൻ ഖിലാഫ്, നേർ വിപരീതമായിട്ട് നിങ്ങളുടെ കൈകളും കാലുകളും മുറിച്ചു കളയും ഞാൻ. നേർക്ക് നേരെ പറയാം. അത് പറയും എന്ന് പറഞ്ഞാൽ, ചെയ്യും എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ വേറെ ആളെ കാത്തിക്കുന്നൊന്നും വേണ്ട. അവിടെ അപ്പം തന്നെ നടപ്പാക്കും. അയാളാണ് അവിടുത്തെ പട്ടാളം, അയാളാണ് അവിടുത്തെ കോടതി, അയാളാണ് അവിടുത്തെ വിധികർത്താവ്. എല്ലാം മൂപ്പര് തന്നെയാണ്. അല്ലാതെ ഇത് കോടതി പോയിട്ട് കോടതി വിധിക്കേണ്ട കാര്യമൊന്നുമില്ല. നിമിഷം കൊണ്ട് സംഗതി നടപ്പാക്കും. എന്നിട്ടോ വല ഉസ്വല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ്ൽ, സ്വലബ കുരിശിലേറ്റിയാണ്, ഞാൻ നിങ്ങളെ ക്രൂശിക്കും. വല ഉസ്വല്ലിബന്നകും, ഞാൻ നിങ്ങളെ ക്രൂശിക്കും. ഫീ ജുസൂഇൻ, ഒക്കെ ല അന്ന എന്ന് പറഞ്ഞാൽ ചെയ്യുക തന്നെ ചെയ്യുന്ന. വല ഉസ്വല്ലിബന്നകും, ഞാൻ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും. ഫീ ജുസൂഇൻ നഖ്ൽ, എവിടെയാ ക്രൂശിക്കുന്നത്? ജുസൂഇൻ നഖ്ൽ, ജിസ്ഇൻ നഖ്ലത്തി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തുസാഖിതു അലൈകി റുതബൻ ജനിയ, മറിയം ബീവിയോട് പറയുന്നുണ്ട്, ഹുസി ഇലൈകി ബിജിസ്ഇൻ നഖ്ല, ആ ഈത്തപ്പനയുടെ തടി പിടിച്ച് കുലുക്കുക. ആ ജുസൂ എന്ന് പറഞ്ഞ തടികളാണ്. ഫീ ജുസൂഇൻ നഖ്ൽ, ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കും. വല തഅലമുന്ന, നിങ്ങൾക്കറിയും, അപ്പോ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. എന്ത്? അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖാ. അയ്യുന, നമ്മിൽ ആരാണ്, നമ്മുടെ കൂട്ടത്തിൽ ആരാണ്, അശദ്ദു അദാബൻ, ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വഅബ്ഖാ, അത് നിലനിൽക്കുന്ന ശിക്ഷ, സ്ഥായിയായ ശിക്ഷ നൽകുന്നവനും ആരാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറയാം. നീണ്ടു നിൽക്കുന്നതും കഠിനവുമായ ശിക്ഷ നൽകുന്നത് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നതാണ് ഭീഷണിയാണ്. എന്താ ഫിറോൻ ആ ഭീഷണിയൊന്നും മതിയാവൂല. കാരണം അത്രമാത്രം പരാജയമല്ലേ മുമ്പിലേറ്റത്. ഈ പരാജയത്തെ മറികടക്കേണ്ടത് എങ്ങനെയെന്നുള്ള തന്ത്രത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് പറഞ്ഞു അദ്ദേഹം, എല്ലാവരും ആദ്യമേ പറഞ്ഞിട്ട് കുറേ, ഇയാൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കൂലല്ലോ. നേരത്തെ പറഞ്ഞിട്ട് സാഹിറാണ്, നിങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല നിങ്ങൾ ഇവിടെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സംസ്കാരം മുഴുവൻ ഇയാൾ താറുമാറാക്കും, നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ കൊണ്ടുവന്നത് സിഹിറാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആഭിചാരകന്മാരെ മുഴുവൻ വിളിച്ചത്. ഒരിക്കലും മൂസാ നബി കണ്ടിട്ടില്ലാത്ത ആഭിചാരകന്മാർ,
ആ ആഭിചാരകന്മാരെല്ലാം തന്നെ ഇവിടെ ഇപ്പൊ സുജൂദിൽ വീണിരിക്കുന്നു അവിടെ. എന്നിട്ട് പറയാണ് ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, ഹാറൂന്റെ മൂസയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ അപ്പുറം ഇനി എന്താ വേണ്ടത്? എന്നിട്ടും ഇയാൾ പരാജയപ്പെടുന്നില്ല. ഫിറോൻ നേരെ മറിക്കുകയാണ്. അങ്ങനെയുണ്ട് ചില സംഗതികൾ. വോട്ട് മുഴുവൻ എണ്ണിക്കഴിഞ്ഞു, ഇയാൾ ജയിച്ചെന്ന് ഉറപ്പാ, എന്നിട്ടും ഒന്നുകൂടി എണ്ണം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോ നോക്കും. എല്ലാം നൽകും ജനാധിപത്യ രൂപത്തിലൂടെ അധികാരത്തിൽ വരുന്ന എത്ര ഗവൺമെന്റുകളെ അട്ടിമറിച്ചിടുക, സത്യത്തിന്റെ ആളുകളെ. ഒരു ന്യായവും ഉണ്ടാവില്ല, നീതിയും ഉണ്ടാവില്ല. അനീതിയിൽ അനീതി ഇവിടെ പുറത്തെടുക്കുകയാണ് ഫിർഔൻ. എന്താ പറഞ്ഞത്? ശാരീരികമായി ഉന്മൂലനം ചെയ്യലാം. കാരണം വിശ്വാസം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവരെ ചിലപ്പോൾ കയ്യും കാലും ഒക്കെ വെട്ടി തറച്ചിട്ട് കുരിശിലേറ്റ് ചുട്ടുകളയൊക്കെ ചെയ്യുക ഇയാൾക്ക്. അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ വിശ്വാസമുണ്ട്, ഈമാൻ. അതിനെ തൊടാൻ ഫിറൗന് സാധ്യമല്ല. അത് പടച്ച റബ്ബാണ് ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ. യാ മുഖല്ലിബൽ ഖുലൂബ്, നമ്മൾ പറയാറില്ലേ, സബ്ബിത് ഖുലൂബന അലാ തഅതിക് ബിഈമാനിക വഇസ്ലാമിക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ കളിപ്പിക്കുന്ന, അതിനെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന, മാറ്റിമറിക്കുന്ന റബ്ബ് ഈ മനുഷ്യരുടെ, ഈ സാഹിറുകളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം ഇട്ടുകൊടുത്തു. ഒറ്റ നിമിഷം കൊണ്ട് അവർ വിശ്വാസികളായി മാറിയത്. അതുവരെ മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ ആ നിമിഷം മുഅ്മിനുകളായിട്ട്, വിശ്വാസികളായിട്ട് മാറുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പകരമായിട്ട് ഫിറൗൻ പറഞ്ഞത്, ഒന്ന്, ഇത് തന്ത്രമാണ്, നിങ്ങളൊരുക്കിയ ചതിയാണിത്. മക്റുൻ മക്കർത്തുമൂഹു ഫിൽ മദീന. ഇവിടെ എത്തിയതിന് ശേഷം, ഈ മദീനയിലെത്തിയിട്ട് നിങ്ങൾ പരസ്പരം ഒരു കൂടിയാലോചന നടത്തിയിട്ടെന്ന് ഉറപ്പാണ്, ഒരു ഗൂഢാലോചന. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സിഹിർ പഠിപ്പിച്ചെന്ന് ഇവൻ്റെ മുമ്പിൽ തോൽക്കാൻ നിങ്ങൾ പരസ്പരം ശട്ടം കെട്ടിയതാണ്. ഇതൊക്കെ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇതിന് അംഗീകരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ശാരീരികമായിട്ട് ഇവരെ ഉന്മൂലനം ചെയ്യുക, ഉപദ്രവിക്കുക എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞു, ല ഉഖത്തി അന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫ്. വിപരീത ദിശയിൽ കൈകാലുകൾ ഛേദിക്കും. നേർക്ക് നേരെ മുഖത്ത് നോക്കി പറയാ, വേറെ പോകാനോ രക്ഷപ്പെടാനോ അപ്പീൽ കൊടുക്കാനൊന്നുമില്ല അവിടെ. ഇനി സുപ്രീം കോടതി പോയി നോക്കാനൊന്നുമില്ല, ഇയാൾ തന്നെയാ സുപ്രീം കോടതി. വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ൽ. ഈത്തപ്പനയുടെ തടികളിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കും. വല തഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വ അബ്ഖ. നിങ്ങൾക്ക് അറിയപ്പോ ആരാണ് ഏറ്റവും നന്നായിട്ട് ശിക്ഷിക്കുന്നവൻ, ഏറ്റവും ദീർഘനേരം ശിക്ഷിക്കുന്നവൻ ആരാന്ന് അറിയുന്നു. അത് ഇവിടെ പറയാൻ കാരണം, ഒന്ന്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നേരത്തെ താക്കീത് നൽകിയിട്ടുണ്ടല്ലോ, ഒരു അദാബിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതകും ബിഅദാബ്. ഒരു ശിക്ഷയാൽ അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന ആദ്യം ഫിറോൻ പറഞ്ഞിട്ടുണ്ട്. അവിടേക്കുള്ള നിങ്ങൾക്കറിയാം, ഇത് മനസ്സിലാക്കിക്കോ, ആരുടെ ശിക്ഷയാ വലുത്. കയ്യും കാലും ഞാൻ ഛേദിക്കും, ഇതിൽ ക്രൂശിക്കുന്നു. ഇത് കേട്ട് എന്താണ് ഈ സാഹിറുകൾ മറുപടി പറഞ്ഞതെന്ന് അടുത്ത ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നെടുത്ത ആയത്തുകൾ 71 വരെയാണ്, 65 മുതൽ 71 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തുകളിൽ കുറേ പാഠങ്ങൾ നമുക്കുണ്ട്. അതിലൊന്ന്, സത്യം അത് വിജയിക്കാനുള്ളതാണ്. പരാജയപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യുക, കൊല്ലുക, വെട്ടുക, അതൊക്കെ ചെയ്യുക. പക്ഷേ സത്യം പരാജയപ്പെടില്ല. നമുക്കറിയാലോ, ആ സത്യം കണ്ടിട്ട് എത്രയോ ആളുകൾ ലോകത്ത് മാറും. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രമാണ് ഫലസ്തീൻ. ആ ഫലസ്തീനികളുടെ ഭാഗത്താണ് നീതിയെന്നും സത്യമെന്നും ശരിക്ക് നല്ല ആളുകൾ, നിഷ്കളങ്കരായ ആളുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് ഇത് മാത്രം കണ്ടിട്ട് കടന്നു വരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്ലാമിലേക്ക് ഫലസ്തീനികൾ നേരിടുന്ന കടുത്ത യാതനകൾ കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ എത്രയെന്നറിയോ? ഏതുപോലെ എന്നറിയോ? ഈ പറഞ്ഞ രൂപത്തിലാ. ലോകത്തിൻ്റെ മുഴുവൻ പീഡനം അവർക്കുണ്ടാവും. കാരണം ഈ പറഞ്ഞ ഫിറൗന്മാരല്ലേ മേധാവികളായിട്ടുള്ളത്. അവർ പലതും ചെയ്യും, ഇവരുടെ എല്ലാ പൗരാവകാശങ്ങളും നശിപ്പിക്കും, ഹനിച്ചുകളെയും തട്ടിക്കളയും. പക്ഷെ അതൊന്നും വകവെക്കാതെ ധീരമായിട്ട് മുഅ്മിനാണെന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ട്. കാരണം ഇത്രമാത്രം കരുത്ത് ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആനെ പഠിക്കുകയും ഇസ്ലാമിയെ കടന്നു വരികയും ചെയ്ത ആൾക്കാരുണ്ട്. എന്നും ഉണ്ടാവും അത്. നമ്മളൊരു കാര്യം ചെയ്താൽ മതി, സത്യത്തിൽ ഉറച്ചിക്കണം, പൗതിയും ആക്കരുത്. നമ്മൾ ചില സാധനങ്ങൾ, ഈ ഒറിജിനൽ സാധനം തന്നെ ചിലതൊക്കെ ഒറിജിനൽ കൂട്ടും, വേറെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ഫുൾ ഒറിജിനൽ ആയിരിക്കില്ല. അങ്ങനെ ആവരുത്. നമ്മൾ പ്യുവർ ആയിരിക്കണം, യഥാർത്ഥ മുഅ്മിനാവണം. നമ്മൾ വേറെ പലതും ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തിക രംഗത്ത് അതായിക്കോട്ടെ,
രാഷ്ട്രീയത്തിൽ കുഴപ്പമൊന്നുമില്ല, വേറെ പലത് കൂട്ടിച്ചേർക്കരുത്. സമ്പൂർണ്ണമായ ഒരു മുഅ്മിനായിട്ടൊരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാളെ ചിലപ്പോൾ കയ്യും കാലും ഒക്കെ വെട്ടിപ്പോയിന്നെങ്കിലും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതാണ് അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പക്ഷേ ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നത്. ഈ പോകുന്ന ആൾക്കാർ എന്താ പിന്നെ പറയുന്നത് പോകുമ്പോഴാണ് അതിൻ്റെ വിജയം നമുക്ക് മനസ്സിലാവുക. ഫിറൗനല്ലേ ജയിച്ചു വെച്ചാൽ അല്ല, എന്താണ് ചെയ്തതെന്ന് നമുക്ക് അടുത്ത ആയത്തിൽ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായവൻ്റെ വാക്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, സത്യദീനിൻ്റെ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഉറപ്പിച്ച് നിർത്തണമേ നാഥ. പലതരത്തിൽപ്പെട്ട പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഈമാൻ വിട്ട് കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ കൊണ്ടുപോകരുത് നാഥ. സത്യദീനിൻ്റെ വഴിയിൽ എന്നും മുഅ്മിനുകളായി നിലനിർത്തുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹു, ഈമാനോടുകൂടി മരണം വരിക്കുവാനും സത്യസന്ധരായ സത്യവിശ്വാസികളുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെട്ട ആളുകളുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരും വീടുകളിൽ കഴിയുന്നവരൊക്കെ രോഗികളുണ്ട്. ഇവിടെ വന്നവരുടെ കൂട്ടത്തിലും രോഗികളുണ്ട്. വളരെ പ്രയാസം സഹിച്ചിട്ട് ഈ നിലയിലേക്കൊക്കെ കോണി ഒക്കെ കയറി വന്ന ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമേ നാഥ. ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹു, അവർക്കൊക്കെ ആരോഗ്യവും ആയുസ്സും ഈമാനും നീ വർദ്ധിപ്പിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ ആരോഗ്യം വലിയൊരു നിഅമത്താണ്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞങ്ങളുടെ അവധി എന്നറിയില്ല. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ മടക്കി വിളിച്ച, നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ നാഥ. ബർസഖിയ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങൾ ഇതിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അല്ലാഹുവേ, കാരുണ്യവാനായ നാഥ, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, വിശുദ്ധ ഖുർആനെ വഴികാട്ടിയായി സ്വീകരിക്കുന്ന മുഅ്മിനുകളുടെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, അതിക്രമകാരികളായ, അനീതിയുടെ, അഴിമതിയുടെ, അധർമ്മത്തിൻ്റെ, വംശീയതയുടെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടുകൾക്ക് നീ മോചനം നൽകണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണമേ റബ്ബേ. അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നാഥ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാൻ, ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على طاعتك بإيمانك وإسلامك يا رب العالمين اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.